Good morning, everyone. We are discussing about configuration management. There are mainly four activities involving configuration management. First is version management, another one is system building, and third one change management, and the last one is release management. We already discussed about the version management and different types of versions, what are the configuration management terminologies and all, and also discussed the system building. Okay. In system building, you have to follow agile methods, agile building methods. There are mainly three phases in the system building. First one, you have to pass all the, in agile building method, you have to pass all the test. Okay. Once the system has undergoing test, we can check the system, and then you can build the system on build server. You have to pass all the tests. You can build the system on the build server. In build server, you can modify the components, and some errors are occur. You have to work with the private workspace with the build system. And the third step is the system passes all the tests. You can commit changes made as a new baseline in the system mainline. Three phases are ഉള്ളത്. എന്താണ് ഒന്ന് ടെസ്റ്റ് ചെയ്യുക സിസ്റ്റത്തിന്. ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടെസ്റ്റ് ഒക്കെ ഓക്കെ ആണെങ്കിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റത്തെ ബിൽഡ് സെർവറിലേക്ക് പാസ് ചെയ്യുക. ആ ബിൽഡ് സെർവറിൽ പാസ് ചെയ്യുന്ന സമയത്ത് ചില സമയം അവിടെ എന്തുണ്ടാവും, എറേഴ്സ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് കോമ്പണൻസിൽ. അപ്പോൾ ആ എറേഴ്സ് ഒക്കെ എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ അവിടെ ഫെയിൽ ആയി പോകും. എറേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോൾ തന്നെ ആ ബിൽഡ് സെർവറിൽ സിസ്റ്റം ഫെയിൽ ആയി പോകും. സിസ്റ്റം ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കോമ്പണൻസ് ഒക്കെ റീഇൻസ്റ്റാൾ ചെയ്യുക ഒക്കെ ചെയ്യുക. അപ്പം ഫെയിലർ ആയതൊക്കെ മാറുമല്ലോ. അപ്പം സിസ്റ്റം പാസ്സായി, അത് ടെസ്റ്റ് പാസ്സായി എന്നുള്ള മീനിങ്. അപ്പോൾ ലാസ്റ്റ് ഫേസ്, ആ ലാസ്റ്റ് ഫേസിൽ എന്താണ്, എന്തൊക്കെയാണോ നമ്മുടെ ചേഞ്ചസ് വരുത്തിയിട്ടുള്ളത് ആ ചേഞ്ചസ് വരുത്തിയ വേർഷൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, യൂസറിന് റിലീസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. ഇൻ അജൈൽ ബിൽഡിംഗ് മെത്തേഡ് യു ഹാവ് ടു ഫോളോ കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ മെത്തേഡ്. കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ അജൈൽ മെത്തേഡ്സിൽ കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൻ്റെ ആ ഫിഗർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എന്താണ് കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, സിസ്റ്റത്തിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ. ഓക്കെ. നമ്മൾ എപ്പോഴും സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യു ഹാവ് ടു എക്സ്ട്രാക്ട് ദി മെയിൻ ലൈൻ സിസ്റ്റം ഫ്രം ദി വേർഷൻ കോൺഫിഗറേഷൻ സിസ്റ്റം ഇൻ ടു ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് വർക്ക് സ്പേസ്. ഫസ്റ്റ് ചെയ്യേണ്ടതാണ്, അതായത് ഏത് വേർഷനിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ആ വർക്ക് ചെയ്യുന്ന വേർഷനെ നമ്മുടെ പ്രൈവറ്റ് വർക്ക് സ്പേസിലേക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. ദെൻ ബിൽഡ് ദ സിസ്റ്റം ആൻഡ് റൺ ഓട്ടോമേറ്റഡ് ടെസ്റ്റ് ടു എൻഷുർ ദാറ്റ് ബിൽഡ് ദ സിസ്റ്റം പാസസ് ഓൾ ദി ടെസ്റ്റ്. വർക്ക് സ്പേസിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്, നമ്മുടെ സിസ്റ്റം എല്ലാ ടെസ്റ്റും പാസ് ആവുന്നുണ്ടോ എന്നുള്ളത്, അതായത് കംപ്ലീറ്റ്ലി ഓക്കെ ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. സപ്പോസ് അവിടെ ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ബേസ്, അതായത് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത സിസ്റ്റം ഉണ്ടാവില്ല, അതിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണ് പ്രോബ്ലം എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ ഡൗൺലോഡ് ചെയ്തെടുത്ത ആളായിരിക്കും പിന്നെ അത് റിപ്പയർ ചെയ്യാനുള്ള അതോറിറ്റി ആർക്കായിരിക്കും, ഈ ഡൗൺലോഡ് ചെയ്തെടുത്ത പേഴ്സൺ ആയിരിക്കും. ഇപ്പം ആരാണോ അതിൽ വർക്ക് ചെയ്തത് അയാൾക്കായിരിക്കും അത് റിപ്പയർ ചെയ്യാനുള്ള അതോറിറ്റി. ഓക്കെ. നെക്സ്റ്റ് വി ക്യാൻ മേക്ക് ചേഞ്ചസ് ടു ദി സിസ്റ്റം കോമ്പണൻസ്. നെക്സ്റ്റ് സ്റ്റെപ്പ്, then build the system in a private workspace and rerun the system test. If test fail, continue editing. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് സിസ്റ്റം കോമ്പണൻസിൽ ചേഞ്ചസ് വരുത്താം. അതായത് ടെസ്റ്റ് ഫെയിൽ ആയി പോയല്ലോ, അപ്പം സിസ്റ്റം കോമ്പണൻസിൽ നമുക്ക് ചേഞ്ചസ് വരുത്താം. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈവറ്റ് വർക്ക് സ്പേസിൽ റൺ ചെയ്ത് നോക്കുക. റൺ ചെയ്യുമ്പം എഗെയിൻ ഫെയിലിയർ ആ കാണിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കണ്ടിന്യൂ ദി എഡിറ്റിംഗ്. ഓക്കെ. നെക്സ്റ്റ് വൺ, once the system has passed check into the build system server, but do not commit it as new system baseline in the version configuration system. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ഒക്കെ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, സിസ്റ്റം റൺ ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുക. എല്ലാം ഓക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ആ ബിൽഡ് സെർവറിലേക്ക് സിസ്റ്റം കൊടുക്കുക, എന്നിട്ട് നമ്മൾ അതിൽ വർക്ക് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുക. Okay, then build the system on build server and run the test. You have to use Git.
ഇതൊക്കെ ചെയ്യുന്നത് ഒന്നുകിൽ നമ്മുടെ പ്രൈവറ്റ് വർക്ക് സ്പേസിൽ ചെയ്യാം, അല്ലെങ്കിൽ ജിറ്റ് ഉപയോഗിച്ച് ചെയ്യാം. ജിറ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴെല്ലാം മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ സോഴ്സ് ആണ്. അപ്പോൾ നമ്മൾ മാത്രമല്ല, അതിൽ മറ്റു പലർക്കും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. നമ്മുടെ പ്രൈവറ്റ് വർക്ക് സ്പേസിൽ മാത്രം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മാത്രമേ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവുള്ളൂ. ഇവിടെ ജിറ്റിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എൻ ഓപ്പൺ സോഴ്സ് ഡെവലപ്മെന്റ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിൻ്റെ പേരിൽ എന്തുണ്ടാവും, റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ജിറ്റിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതലായിട്ടുള്ള സേഫ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇഫ് ദ സിസ്റ്റം പാസസ് ടെസ്റ്റ് ഓൺ ബിൽഡ് സിസ്റ്റം ദെൻ കമ്മിറ്റ് ചേഞ്ചസ് യു ഹാവ് മെയ്ഡ് ആസ് ന്യൂ ബേസ് ലൈൻ ഇൻ ദി സിസ്റ്റം മെയിൻ ലൈൻ. ഇവിടെ ഈ ഫിഗർ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഈ സെന്റൻസുകളായിട്ട് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, extract the mainline system from the version configuration system into developers private workspace. First one. Second one, build the system and run automated tests to ensure the build system passes all the tests. Third one, make the changes to the system components. Fourth one, build the system in private workspace and rerun the system test. If it fails, then continue editing. Fourth step. Fifth one, once the system has passed the test, check into the build system server and do not commit it as a new baseline. Fifth one. Sixth one, build the system on the build server and run the test. Last one, if the system passes the test, to build the system and commit changes you have made. ഇത്രയും കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം നമ്മുടെ പ്രൈവറ്റ് വർക്ക് സ്പേസിലേക്ക് സിസ്റ്റത്തെ ഡൗൺലോഡ് ചെയ്തെടുക്കുക, എന്നിട്ട് അതിൽ ടെസ്റ്റ് വർക്ക് ചെയ്ത് നോക്കുക. ടെസ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ എറേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് റീകോൺഫിഗർ ചെയ്യണം. എന്നിട്ട് എന്താണ്, ആ ചേഞ്ച് ചെയ്ത കോമ്പണൻസ് വെച്ചിട്ട് വീണ്ടും റൺ ചെയ്ത് നോക്കുക. സക്സസ് ആയിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല, ഇനി സക്സസ് ആയിട്ടില്ലെങ്കിൽ വീണ്ടും എഡിറ്റ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാ ടെസ്റ്റും പാസ്സായി നമ്മുടെ സിസ്റ്റം ഓക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അത് സെർവറിലേക്ക് പുഷ് ചെയ്യുക. ഇനി ഓപ്പൺ സോഴ്സിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതൽ സേഫ്. ബിക്കോസ് ഓപ്പൺ സോഴ്സിലാവുമ്പോൾ അതിൽ എല്ലാ പേഴ്സണും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. പ്രൈവറ്റ്ലി നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് മാത്രമായിരിക്കും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക. എല്ലാ ടെസ്റ്റും പാസ്സായി സിസ്റ്റം ഓക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഓക്കെ ആയ സിസ്റ്റം, അതായത് എല്ലാ ചേഞ്ചസും വരുത്തിയ ഫൈനൽ വേർഷൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, റിലീസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയാണ് കണ്ടിന്യൂസ് ഇന്റഗ്രേഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് വൈ ഇറ്റ്സ് കോൾഡ് കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ. ഓക്കെ, ഓരോ പ്രാവശ്യം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. വാട്ട് ആർ ദി അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ? The advantages: continuous integration allow problems caused by interaction between different developers to be discovered and repaired as soon as possible. The most recent system in the main line is definite working system. Advantage എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എന്ത് പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാലും ഇൻട്രാക്ട് ചെയ്തിട്ട് അവർക്ക് അപ്പം തന്നെ സോൾവ് ചെയ്യാം. അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഏറ്റവും ഫൈനൽ വേർഷൻ ഉണ്ടാവില്ലേ, മോസ്റ്റ് റീസെന്റ് അപ്ഡേറ്റഡ് വേർഷൻ, അതായിരിക്കും എല്ലാവർക്കും അവൈലബിൾ ആകുന്ന സിസ്റ്റം. അപ്പോൾ കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ കൊണ്ടുള്ള രണ്ട് അഡ്വാൻറ്റേജ്: ഒന്ന്, കണ്ടിന്യൂസ് ഇന്ററാക്ഷൻ ഉണ്ടാവും. സോ ഡെവലപ്പേഴ്സ് ക്യാൻ ഡിസ്കവേർഡ് ആൻഡ് റിപ്പയർഡ് സൂൺ ദി എറേഴ്സ്. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ദ മോസ്റ്റ് റീസെന്റ് സിസ്റ്റം ഇൻ ദ മെയിൻ ലൈൻ ഇസ് ഡെഫിനിറ്റീവ് വർക്കിംഗ് സിസ്റ്റം. അതായത് ഫൈനൽ വേർഷൻ ഏതാണോ അതായിരിക്കും നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ടാവുക. ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, if the system is very large, it may take long time to build and test, especially if the integration with other application system is involved. First disadvantage. Second one is if the development platform is different from the target platform, it may not be possible to run the system test in developers private workspace. രണ്ട് പ്രോബ്ലം ഉണ്ട്. ഒന്ന്, സിസ്റ്റം വെരി ലാർജ് ആണെങ്കിൽ ഈ ടെസ്റ്റ് ചെയ്യൽ, അതായത് ടെസ്റ്റ് ചെയ്യുക, റീറൺ ചെയ്യുക, ഈ പ്രോസസ്സ് ഒരുപാട് ടൈം എടുക്കും. അപ്പം ഡിലേ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഫസ്റ്റത്തത്. രണ്ടാമത്തെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെവലപ്പ് ചെയ്ത പ്ലാറ്റ്ഫോമും പ്രൈവറ്റ് വർക്ക് സ്പേസിലേക്ക് ഡെവലപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന പ്ലാറ്റ്ഫോമും ഡിഫറെൻ്റ് ആണെങ്കിൽ അവിടെ പ്രോബ്ലം ഉണ്ടാവും. അതായത് കോൺഫിഗറേഷൻ ഫയൽസ് ഒന്നും മാച്ച് ആവില്ല. അപ്പോൾ രണ്ട് പ്രോബ്ലം ഉണ്ട്. ഒന്ന്, സിസ്റ്റം ലാർജ് ആണെങ്കിൽ ഈ കണ്ടിന്യൂസ് പ്രോസസ്സിന് ഒരുപാട് ടൈം എടുക്കും, അപ്പോൾ ഡിലേ ഉണ്ടാവും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോമും ടാർഗറ്റ് പ്രൈവറ്റ് വർക്ക് സ്പേസും ഡിഫറെൻ്റ് ആണെങ്കിൽ കോൺഫിഗറേഷൻ ഫയൽസ് എല്ലാം തന്നെ വർക്ക് ചെയ്യില്ല. അപ്പോൾ കണ്ടിന്യൂസ് ഇന്റഗ്രേഷന് രണ്ട് ഡിസഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് വൺ, ഡെയിലി ബിൽഡിംഗ്. The development organization set delivery time for the system components.
നമ്മൾ എന്ത് ചെയ്യണം? ടൈം ഫിക്സ് ചെയ്യണം. ഡെലിവറിക്ക് വേണ്ടിയിട്ട് ടൈം ഫിക്സ് ചെയ്യണം. അപ്പോൾ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ മെയിൻലി ഫിക്സ് ചെയ്യേണ്ടത് ഇപ്പോൾ ടൈമാണ്. ഇവിടെ ഇപ്പോൾ ടൈം 2 PM സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 PM ആ 2 PM ആകുമ്പോഴേക്കും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഇഫ് ഡെവലപ്പേഴ്സ് ഹാവ് ന്യൂ വേർഷൻസ് ഓഫ് ദി കോമ്പണന്റ് ദാറ്റ് ദേ ആർ റൈറ്റിംഗ്, they must deliver them at that time. New version of the system is built from these components by combining and linking them to form a complete system. Next, the system is then delivered to the testing team, which carries out set of predefined system tests. Last one, faults that can be discovered. ഈ 2 മണിന്നാണ് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫിക്സ് ചെയ്ത ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഒന്ന്, ഡെവലപ്പേഴ്സ് ന്യൂ വേർഷൻസ് റൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റൈറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ അതിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവണം. പിന്നെ എന്തെങ്കിലും ന്യൂ വേർഷനിൽ പുതിയ കോമ്പണൻസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമ്പൈൽഡ് ആൻഡ് ലിങ്ക് ചെയ്ത് നോക്കണം. രണ്ടാമത്തത്. മൂന്നാമത്തത്, ടെസ്റ്റിംഗ് ടീമിനെ കൊടുക്കണം. ടെസ്റ്റിംഗ് ടീമിനെ കൊടുത്ത് അവർ ടെസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അഥവാ ഫോൾസ് എന്തെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോൾസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം. ഡോക്യുമെന്റ് ചെയ്താൽ മാത്രം പോരാ, ഫോൾട്ട് കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം? ഡെലിവർ ചെയ്യാം. അപ്പോൾ ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിത്തിൻ ദാറ്റ് ടൈം യു ഹാവ് ടു ഫോളോ ദീസ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ന്യൂ വേർഷൻസ് ഓഫ് കോഡ് ഫൈൻഡ് ഔട്ട് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം, ദെൻ കോമ്പണൻസ് ചെക്ക് ചെയ്യണം. കോമ്പണൻസ് ചെക്ക് ചെയ്താൽ മാത്രമല്ല കമ്പൈൽ ചെയ്യണം, ലിങ്ക് ചെയ്ത് നോക്കണം. ദെൻ ടെസ്റ്റിംഗ് ടീം ചെക്ക് ചെയ്യണം. ടെസ്റ്റിംഗ് ടീം ചെക്ക് ചെയ്യുമ്പോൾ ഫോൾസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഡോക്യുമെന്റഡ് ആൻഡ് യു ഹാവ് ടു കറക്റ്റ് ദാറ്റ് ഫോൾസ് ആൻഡ് ദെൻ ഡെലിവർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്തതിന് ശേഷം മാത്രമേ ഡെലിവറി നടത്താൻ വേണ്ടി പാടുള്ളൂ. How to minimize recompilation? Tools to support system building are usually designed to minimize the amount of compilation that is required. They do this by checking compiled version of a component is available. There is no need to recompile that component. ഇവിടെ കമ്പൈലേഷൻ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്നാണ്. അപ്പോൾ കമ്പൈലേഷൻ മിനിമൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ടൂൾസ് അപ്ലൈ ചെയ്യുക. പ്രൊജക്റ്റിലെ മാക്സിമം ടൂൾസ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ കമ്പൈലേഷൻ പ്രോസസ് നടത്തുന്ന രീതിയിലുള്ള ടൂൾസ് ഒക്കെ നിങ്ങളെ പ്രൊജക്റ്റിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. അപ്പോൾ എന്താണ്, ഓരോ പുതിയ അപ്ഡേഷൻസ് വരുമ്പോഴും അവർ തന്നെ കമ്പൈൽ ചെയ്തോളും. നമ്മൾ എക്സ്ട്രാ എഫേർട്ട്, എക്സ്ട്രാ ടൈം കമ്പൈലേഷന് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസിനെ നമ്മൾ ഓരോ പ്രൊജക്റ്റിലും സപ്പോർട്ട് ചെയ്യിപ്പിക്കാം. അപ്പോൾ അവിടെ എന്തായിരിക്കും, ഓരോ അപ്ഡേഷൻ വരുമ്പോഴും അവിടെ കമ്പൈലേഷൻ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ റീകമ്പൈലേഷനുള്ള ടൈം നമ്മൾ എക്സ്ട്രാ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വൺ, ഹൗ ടു ഐഡന്റിഫൈ ഫയൽസ്. 2 മെത്തേഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒന്ന് മോഡിഫിക്കേഷൻ ടൈം സ്റ്റാമ്പ്, another one source code checksum. ഫസ്റ്റ് വൺ ടൈം സ്റ്റാമ്പ്, another one checksum. ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത് the signature of the source code file is the time and date when the file was modified. നിങ്ങൾ ഓരോ പ്രാവശ്യവും ഫയൽ മോഡിഫൈ ചെയ്യുമ്പം അതിന് മോഡിഫൈ ചെയ്യുന്നതിൻ്റെ ടൈമും ഡേറ്റും ആഡ് ആവും. അപ്പോൾ ഫയൽ മോഡിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് മോഡിഫിക്കേഷൻ ടൈം സ്റ്റാമ്പ് ആണ്. അതെന്താണ്? ദ ടൈം ആൻഡ് ഡേറ്റ് ദാറ്റ് ക്യാൻ ബി ആഡഡ് വെൻ യു ഹാവ് ടു മോഡിഫൈ ദി ഫയൽ. ഈച്ച് ടൈം യു ഹാവ് ടു മോഡിഫൈ ദാറ്റ് ഫയൽ, ദ ടൈം ആൻഡ് ഡേറ്റ് വിൽ ബി ആഡഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ സോഴ്സ് കോഡ് ചെക്സം. ചെക്സം എന്ന് പറയുന്നത് നമ്മുടെ ഫയൽ അല്ലെ ഡാറ്റ that is valid or not. Checksum is used to identify our file is valid or not. Checksum എന്ന് പറയുന്നത് ഒരു നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഐഡി ആയിരിക്കും. അപ്പം നിങ്ങൾ സോഴ്സ് കോഡിൻ്റെ അകത്ത് യു ഹാവ് ടു ചേഞ്ച് ഈവൻ എ ക്യാരക്ടർ, ദ ചെക്സം വിൽ ബി ചേഞ്ച്ഡ്. ചെക്സം എന്ന് പറയുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഓരോ പ്രാവശ്യവും ഡാറ്റ മോഡിഫൈ ചെയ്യുമ്പം ആ നമ്പർ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ 1 ക്യാരക്ടറാണ് നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നത് പോലും നമ്പർ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാമോ എത്ര പ്രാവശ്യം ഡാറ്റ മോഡിഫൈ ചെയ്തിട്ടുണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബട്ട് ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ടൈം സ്റ്റാമ്പ്, ഇവിടെ നിങ്ങൾക്ക് ടൈം സ്റ്റാമ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഫിഗർ കാണാൻ പറ്റും. അതിൽ നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ compile.java വേർഷൻ 1.0 എന്ന് പറഞ്ഞിട്ടൊരു ടൈം സ്റ്റാമ്പ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ ടൈം കൊടുത്തിട്ടുണ്ട്. ഈ 16 മീൻസ് അവർ, 16 അവർ ആണ്. 58 എന്ന് പറയുന്നത് മിനിറ്റ് ആണ്. 31 എന്ന് പറയുന്നത് സെക്കൻഡ്സ് ആണ്. ഇത് ടൈമാണ് അതിൻ്റെ. ഓക്കെ, ദെൻ 02 മന്ത്, 14 എന്ന് പറയുന്നത് ഡേറ്റ്, 2014 ഇയർ. അപ്പം ടൈമും ഡേറ്റും മിക്സ് ചെയ്തതായിരിക്കും ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ടൈം നിങ്ങൾ മോഡിഫൈ ചെയ്യുമ്പോഴും ഇറ്റ് വിൽ ബി മോഡിഫൈഡ്, ടൈം ആൻഡ് ഡേറ്റ് വിൽ ബി മോഡിഫൈഡ്.
but you have to see the final version of the updated file. അതായത് നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് ഓരോ പ്രാവശ്യം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത ഫയലായിരിക്കും നിങ്ങൾ ടൈം സ്റ്റാമ്പ് വെച്ചിട്ട് കാണുന്നുണ്ടാവുക. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇതിൻ്റെ ആരോ മാർക്ക് നോക്കിയേ, 16/58/43/02/14/2014. അതായത് ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തത് എപ്പോഴാണോ ആ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത ടൈം ആയിരിക്കും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. ഓക്കെ, അല്ലാതെ ഓരോ പ്രാവശ്യം അപ്ഡേറ്റ് ചെയ്യുന്ന ഫയൽസ് അവിടെ സ്റ്റോർ ആവില്ല. ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്ന ഫയൽ ഏതാണോ അതാണ് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുക. ബട്ട് ചെക്സം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ചെക്സമ്മിൽ നിങ്ങൾ നോക്കിയ ഓരോന്നിനും നമ്പർ ഉണ്ട്. ഓരോ നമ്പർ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓരോ പ്രാവശ്യം കമ്പൈൽ ചെയ്യുമ്പോഴും ആ നമ്പർ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ബട്ട് ആ പ്രീവിയസ് വേർഷൻ ഉണ്ടാവില്ലേ, പ്രീവിയസ് വേർഷൻ കൂടി നിങ്ങളുടെ സിസ്റ്റത്തിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ടൈം സ്റ്റാമ്പിന്റെ കേസിൽ അങ്ങനെയല്ല. ടൈം സ്റ്റാമ്പ് ഫൈനൽ വേർഷൻ ഏതാണോ ആ ഫൈനൽ വേർഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ടൈം സ്റ്റാമ്പിൽ മെയിൻലി ഇൻക്ലൂഡ് ചെയ്യുന്നത് ടൈമും ഡേറ്റും ആയിരിക്കും. ചെക്സം എന്ന് പറയുന്നത് ഒരു യുണീക്ക് ഐഡി ആണ്. ദ ഡാറ്റ ടു ബി വാലിഡ് ഓർ നോട്ട് ചെക്ക് ചെയ്യാനാണ് ചെക്സം മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്പറാണ്, യുണീക്ക് ഐഡി ആണ് ഫോളോ ചെയ്യുന്നത്. പ്രീവിയസ് വേർഷൻ ഓഫ് നമ്പേഴ്സ് കൂടി നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ഫൈനൽ മോഡിഫൈഡ് വേർഷൻ അല്ല, പ്രീവിയസ് വേർഷൻ ഓൾസോ അവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം നിങ്ങളുടെ ഫയൽ മോഡിഫൈ ചെയ്തിട്ടുള്ളത് പ്രീവിയസ് വേർഷൻ കൗണ്ട് ചെയ്തിട്ട് പറയാൻ പറ്റും. ഇവിടെ കണ്ടോ, ഫസ്റ്റ് വൺ ഒരു v1.0 ചെക്സം നടത്തുന്ന ഒരു കമ്പൈൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് അതിനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ദെൻ അഗെയിൻ അത് കമ്പൈൽ ചെയ്തിട്ടാകുമ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഈ നമ്പർ മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. കമ്പൈൽ ചെയ്യുമ്പോൾ ക്യാരക്ടറിൽ എന്തെങ്കിലും മാറ്റം, നമ്മൾ ഓരോ പ്രാവശ്യം സേവ് ചെയ്യുമ്പോഴും എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ക്യാരക്ടർ മാറിയാൽ പോലും ചെക്സമിന്റെ നമ്പർ മാറും, അല്ലെങ്കിൽ ഒരു ചേഞ്ചസും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ചെക്സമോ ടൈം സ്റ്റാമ്പോ, ദിസ് ഈസ് ദി ഫയൽ ഐഡന്റിഫിക്കേഷൻ മെത്തേഡ്. നെക്സ്റ്റ് ആക്ടിവിറ്റി ഈസ് ചേഞ്ച് മാനേജ്മെന്റ്. ഓർഗനൈസേഷനിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് റിക്വയർമെന്റ്സ് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ടെക്നോളജി ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ലൈഫ് ടൈം ഇത് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണം? ബഗ്സ് ഹാവ് ടു ബി റിപ്പയർഡ് ആൻഡ് സിസ്റ്റം ഹാവ് ടു അഡാപ്റ്റ് ദ ചേഞ്ചസ് ഇൻ ദർ എൻവയൺമെന്റ്. ചേഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത്? ഒന്ന് ബഗ്സിനെ റിപ്പയർ ചെയ്യണം, പിന്നെ മെയിൻലി വന്നിട്ടുള്ള ചേഞ്ചസ് ഒക്കെ നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. Change management is intended to ensure that system evolution is managed in a managed process and that priority is given to most urgent and cost-effective changes. Change management process is concerned with analyzing the cost and benefit of proposed changes. Mainly change ചെയ്യാന്ന് പറയുമ്പോൾ ആർക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചേഞ്ചിന് പ്രയോറിറ്റി കൊടുക്കേണ്ട? ആർക്കാണ്? ഒന്ന് അർജന്റ് ആയിട്ടുള്ള ചേഞ്ചസ്, ഇപ്പം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കണം. അത് മാത്രമല്ല കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ്. ചില മെത്തേഡ്സ് ചെയ്യുന്നത് കഴിഞ്ഞാൽ കോസ്റ്റ് ഇൻക്രീസ് ആവും, ചിലത് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഡിക്രീസ് ആവും. അപ്പം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് ഏതാണോ ആ മെത്തേഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, എന്നിട്ട് അതിനായിരിക്കണം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ സീരിയസ് പ്രോബ്ലത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക, ദെൻ കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ്സിന് പ്രയോറിറ്റി കൊടുക്കുക. യു ഹാവ് ടു അനലൈസ് ദി കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് ദി പ്രപ്പോസ് ചേഞ്ചസ്, അപ്രൂവിംഗ് ദാറ്റ് ചേഞ്ചസ് it is a worthwhile. Okay, this is the change management process. This is the simple change management process. ഇവിടെ ചേഞ്ച് റിക്വസ്റ്റ് കാണാം. സബ്മിറ്റ് CR മീൻസ് ചേഞ്ച് റിക്വസ്റ്റ്. ഓരോ പ്രോസസ്സിലും എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നിങ്ങൾ ചേഞ്ച് റിക്വസ്റ്റ് കൊടുക്കണം. അപ്പോൾ ആ റിക്വസ്റ്റ് ഒക്കെ അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ആ ചേഞ്ചസ് അതിന് അപ്ലൈ ചെയ്യുള്ളൂ. അല്ലാതെ വെറുതെ റിക്വസ്റ്റ് കൊടുത്താൽ അപ്പോൾ തന്നെ ചേഞ്ചസ് അപ്രൂവ് ചെയ്യില്ല. എന്തൊക്കെ ചേഞ്ചസ് അത് ബെനിഫിഷ്യൽ ആണോ അല്ലെങ്കിൽ അർജന്റ് ആണോ എന്നൊക്കെ നോക്കിയതിനു ശേഷം മാത്രമേ, എല്ലാ ചേഞ്ചസും സിസ്റ്റത്തിൽ വരത്തില്ല. പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടുള്ള ചേഞ്ചസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സിസ്റ്റത്തിൽ അപ്രൂവ് ചെയ്യുള്ളൂ. അപ്പോൾ അത് ആദ്യം എന്ത് ചെയ്യണം, ചേഞ്ച് റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്തതിനു ശേഷം അത് വെരിഫൈ ചെയ്യും. അത് വെരിഫൈ ചെയ്തതിനു ശേഷം അത് ഓക്കെ ആണോ അല്ലയോ എന്ന് നോക്കിയതിനു ശേഷം മാത്രമേ എന്താണോ അപ്രൂവ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പം സ്മോൾ ഓർഗനൈസേഷൻസ് ഒക്കെ ആണെങ്കിൽ ഇത് ഇൻഫോർമൽ മെത്തേഡ്സിൽ ഈ ചേഞ്ച് റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ നടക്കും. ലാർജ് ഓർഗനൈസേഷൻ ഒക്കെ ആണെങ്കിൽ ഡോക്യുമെന്റ് ചെയ്ത് വെക്കും. എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഡോക്യുമെന്റ് ചെയ്തിട്ട് അതെല്ലാം കംപ്ലീറ്റ്ലി വെരിഫൈ ചെയ്യും. കംപ്ലീറ്റ്ലി വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ അപ്രൂവ് ചെയ്യുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം സബ്മിറ്റ് CR, ദെൻ ചേഞ്ച് റിക്വസ്റ്റ്, കസ്റ്റമറിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് CR, ചേഞ്ച് റിക്വസ്റ്റ് ചെക്ക് ചെയ്യും. വാലിഡ് ആണെങ്കിൽ മാത്രം രജിസ്റ്റർ ചെയ്യും, അതർവൈസ് ഇൻവാലിഡ് ആണെങ്കിൽ ഓൺ ദി സ്പോട്ട് ക്ലോസ് ചെയ്യും.
ദെൻ ഡെവലപ്മെന്റ് നടത്താൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഇംപ്ലിമെന്റേഷൻ അനാലിസിസ്, മറ്റൊന്ന് കോസ്റ്റ് ഓർ ഇമ്പാക്ട് അനാലിസിസ്. യു ക്യാൻ മോഡിഫൈ ദ സോഫ്റ്റ്വെയർ, ടെസ്റ്റിംഗ് ദ സോഫ്റ്റ്വെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താം. ഇനി പ്രൊഡക്റ്റ് ടീം എന്തൊക്കെയാ ചെയ്യുക? അസസ് ദി ചേഞ്ച് റിക്വസ്റ്റ്, സെലക്ട് സം ഓഫ് ദി ചേഞ്ച് റിക്വസ്റ്റ്, ദെൻ ക്ലോസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും. ഇപ്പോൾ ലാർജ് ഓർഗനൈസേഷൻ ആണെങ്കിൽ മാത്രമേ ഇതൊക്കെ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മോൾ ഓർഗനൈസേഷൻസ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് എന്താണ് ഇൻഫോർമൽ വേസിൽ റിക്വസ്റ്റ് ലുക്ക് ചെയ്തിട്ട് വെരിഫൈ ചെയ്യാൻ, അപ്രൂവ് ചെയ്യാൻ പറ്റുന്ന അപ്രൂവ് ചെയ്യും, അതർവൈസ് റിജക്ട് ചെയ്യും. ദെൻ ഇതൊരു ചേഞ്ച് റിക്വസ്റ്റ് ഫോം ഉണ്ട് കേട്ടോ. ചേഞ്ച് റിക്വസ്റ്റ് ഫോം CRF എന്ന് പറയും. CRF ചേഞ്ച് റിക്വസ്റ്റ് ഫോം. അപ്പോൾ ചേഞ്ച് റിക്വസ്റ്റ് ഫോമിന്റെ ഫോർമാറ്റ് ആണ് ഇത്. പാർഷ്യലി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ചേഞ്ച് റിക്വസ്റ്റ് ഫോർമാറ്റ് ആണ്. പാർഷ്യലി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ചേഞ്ച് റിക്വസ്റ്റ് ഫോർമാറ്റ് ആണ്. ഇവിടെ എന്തൊക്കെ ഫീൽഡ്സ് ഉണ്ട്? ഒന്ന് പ്രൊജക്ടിന്റെ നെയിം, നമ്പർ, ചേഞ്ച് റിക്വസ്റ്റ്, ഡേറ്റ്, റിക്വസ്റ്റഡ് ചേഞ്ച്, അനലൈസർ, അനാലിസിസ് ഡേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഫോം, രജിസ്ട്രേഷൻ ഫോം ഒക്കെ പോലെ ഒരു ഫോം, റിക്വസ്റ്റ് ഫോം കൊടുക്കാം. അപ്പോൾ റിക്വസ്റ്റ് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഫോം ആയിരിക്കും അനലൈസ് ചെയ്യുന്നുണ്ടാവുക. പാർഷ്യലി കംപ്ലീറ്റഡ് ചേഞ്ച് റിക്വസ്റ്റ് ഫോം ആണിത്. അതിന്റെ ഫോർമാറ്റ് ആണിത്. പാർഷ്യലി കംപ്ലീറ്റഡ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഫോമിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. കണ്ടോ? ചേഞ്ച് പ്രയോറിറ്റി മീഡിയം ആണ്, ഹയസ്റ്റ് പ്രയോറിറ്റി അല്ല, അല്ലെ ലോ പ്രയോറിറ്റി അല്ല, അപ്പം മീഡിയം പ്രയോറിറ്റി ആണ്. എന്തൊക്കെ ഇംപ്ലിമെന്റേഷൻസ് നടത്തിയിട്ടുണ്ട്? എസ്റ്റിമേറ്റഡ് എഫേർട്ട് 2 hours ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഡിസിഷൻ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത്, അതുപോലെ എന്തൊക്കെ ഇംപ്ലിമെന്റേഷൻ നടത്തിയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. Q&A നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പാർഷ്യലി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് റിക്വസ്റ്റ് ഫോം ആണ്. ഇത് നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഫോമും, ഇത് അവരെന്തെങ്കിലും ചേഞ്ചസ് ആ ഫോം ആക്സെപ്റ്റ് ചെയ്തതിനു ശേഷം എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യുക. അതായത് കമ്പനി എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഈ പാർഷ്യലി കംപ്ലീറ്റഡ് ചേഞ്ച് റിക്വസ്റ്റ് ഫോം. ഫുള്ളായിട്ട് ചേഞ്ചസ് ഒക്കെ വരുത്തി കംപ്ലീറ്റ് ആയതിനു ശേഷം എന്താണ് ആ ഫോം അവർ ഡോക്യുമെന്റ് ചെയ്ത് വെക്കും. കംപ്ലീറ്റ് ചേഞ്ചസ് ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻ ചേഞ്ച് അനാലിസിസ്? വൺ മോർ തിങ്, ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് CCB എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് ഉണ്ട്. CCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് കൺട്രോൾ ബോർഡ്. ചേഞ്ച് കൺട്രോൾ ബോർഡ്. ഈ ചേഞ്ച് കൺട്രോൾ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മെമ്പേഴ്സ് ഉണ്ടാവും. ആ മെമ്പേഴ്സ് ആണ് ഈ ഫോം അനലൈസ് ചെയ്യുന്നതും ചേഞ്ചസ് അപ്രൂവ് ചെയ്യുന്നതും കോസ്റ്റ് എഫക്റ്റീവ് ആണോ നോക്കുന്നതൊക്കെ ആ ബോർഡായിരിക്കും. CCB, ചേഞ്ച് കൺട്രോൾ ബോർഡ്. യു ക്യാൻ സീ ദാറ്റ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ബാർ CCB. CCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് കൺട്രോൾ ബോർഡ്. ഇപ്പൊ ഗവൺമെന്റിൽ അതുപോലെ മിലിറ്ററി അങ്ങനെയുള്ള ക്രിട്ടിക്കൽ സിസ്റ്റംസ് ഒക്കെ ഉണ്ടാവില്ലേ? അപ്പൊ അവരൊക്കെ അതിൻ്റെ അകത്ത് എംപ്ലോയീസിനെ തന്നെ ആയിരിക്കും എന്താണ് CCB ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ടാവുക. അതായത് ആ ഡെവലപ്മെന്റ് ടീം ക്രിട്ടിക്കൽ ഓർഗനൈസേഷൻസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്തുള്ള സീനിയർ സ്റ്റാഫിനൊക്കെ ആയിരിക്കും CCB ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പൊ സാധാരണയുള്ള സ്മോൾ ഓർഗനൈസേഷൻസ് ഒക്കെ ആണെങ്കിൽ അതിലുള്ള ഏത് സ്റ്റാഫിന് വേണമെങ്കിലും CCBയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, പ്രോബ്ലം ഇല്ല. സ്മോൾ ഓർഗനൈസേഷൻ ഒക്കെ ആണെങ്കിൽ. ഇപ്പൊ ക്രിട്ടിക്കൽ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ അവർ തന്നെ എന്താണ് അതിനകത്ത് സീനിയർ സ്റ്റാഫ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും CCB ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ CCB ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് റിക്വസ്റ്റ് എന്ന് പറയുന്ന ആ ഫോം മുതലുള്ള കാര്യങ്ങൾ അസസ് ചെയ്യുന്നുണ്ടാവും. ഫൈനലൈസ് ചെയ്തിട്ട് എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുള്ളത് തീരുമാനിക്കുന്നത് CCB ആയിരിക്കും, അതർവൈസ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ടീം. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് for changing analysis. First one, consequences of not making changes. Consequence. When assessing a change request, you have to consider what will happen if the change is not implemented. ആദ്യം ചെക്ക് ചെയ്ത് നോക്കേണ്ടത് എന്താ? ചേഞ്ചസ് വരുത്തിയിട്ടില്ല അല്ലെങ്കിൽ ചേഞ്ചസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടാവും, ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ കോൺസിക്വൻസസ് ഓഫ് നോട്ട് മേക്കിംഗ് ദി ചേഞ്ചസ്, ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ദ ബെനിഫിറ്റ് ഓഫ് ദ ചേഞ്ചസ്. ചേഞ്ചസ് വരുത്തിയാലുള്ള ബെനിഫിറ്റ്സ് സംടൈംസ് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹയർ പ്രയോറിറ്റി ഒക്കെ ഉള്ളതാണെങ്കിൽ എന്താണ് ചിലപ്പോൾ എന്തെങ്കിലും ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവും ചേഞ്ചസ് വരുത്തിയിട്ടില്ലെങ്കിൽ. അപ്പോൾ അതൊക്കെ സോൾവ് ആവും. അപ്പോൾ ബെനിഫിറ്റ്സ് ഓഫ് ചേഞ്ച്. തേർഡ് വൺ, ദ നമ്പർ ഓഫ് യൂസേഴ്സ് എഫക്റ്റഡ് ബൈ ദി ചേഞ്ച്. സംടൈംസ് few users can be affected the changes.
that is low priority change. ഓക്കെ, ചില സമയത്ത് ചേഞ്ചസ് വരുത്തിയാൽ ഒരുപാട് ആൾക്കാർ അത് എഫക്ട് ചെയ്യും. അപ്പോൾ അത് ഹയർ പ്രയോറിറ്റി ആണ്. ചില ചേഞ്ചസ് വരുന്നതുകൊണ്ട് ചില ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. സം ഓഫ് ദ കസ്റ്റമേഴ്സ് വിൽ സാറ്റിസ്ഫൈ. അപ്പോൾ അത് പ്രശ്നമില്ല. അപ്പോൾ ലോ പ്രയോറിറ്റിയാണ്. ഒരുപാട് പേര് ഒരേ സമയത്ത് എഫക്ട് ചെയ്യുന്ന കാര്യമൊക്കെ ആണെങ്കിൽ അത് ഹൈ പ്രയോറിറ്റി കാറ്റഗറിയിലായിരിക്കും. നെക്സ്റ്റ് വൺ, ദ കോസ്റ്റ് ഓഫ് മേക്കിംഗ് ചേഞ്ച്. മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കോസ്റ്റ് ആണ്. അതായത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് കോമ്പണൻസിനെയൊക്കെയാണ്. അപ്പോൾ കോമ്പണൻസ് ചിലപ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുമ്പോഴൊക്കെ എന്തൊക്കെ കോസ്റ്റിന്റെ കേസിൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നൊക്കെ ഉള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കണം. ലാസ്റ്റ് വൺ, ദ പ്രൊഡക്റ്റ് റിലീസ് സൈക്കിൾ. ഇഫ് എ ന്യൂ വേർഷൻ of the software has released the customer, it makes sense to delay the implementation of change until the next plan release. Product release cycle mainly concentrate ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ കസ്റ്റമറിന് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തി കൊടുക്കണമെങ്കിൽ ആ റിലീസിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടാവുമോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കണം. ചില പ്രൊഡക്റ്റ് ഒന്നും അവൈലബിൾ ആകാതിരിക്കുന്ന സമയത്ത് ഒരുപാട് ഡിലേ ഒക്കെ വരും അല്ലേ, അല്ലെങ്കിൽ കോമ്പണൻസ് ഒക്കെ ഫെയിലർ ആയി പോയി കഴിഞ്ഞാൽ കുറേ ഡിലേ വരും. അപ്പോൾ ആ റിലീസ് ചെയ്യുമ്പം ടൈം ഒരുപാട് എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരുപാട് എഫേർട്ട് ഉണ്ടോ, കസ്റ്റമറിന് സാറ്റിസ്ഫൈ ആവുന്ന രീതിയിലുള്ള റിലീസ് അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ മെയിനായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാ? ഫസ്റ്റ് വൺ, കോൺസിക്വൻസ് ഓഫ് നോട്ട് മേക്കിംഗ് ദി ചേഞ്ചസ്. സെക്കൻഡ് വൺ, ബെനിഫിറ്റ് ഓഫ് ദി ചേഞ്ചസ്. തേർഡ് വൺ, നമ്പർ ഓഫ് യൂസേഴ്സ് affected by the change, cost of making the change, and product release cycle. This is the derivation history. Derivation history എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ഉണ്ടാവില്ല, എല്ലാ ചേഞ്ചസ് ഒക്കെ വരുത്തി കഴിഞ്ഞ് ലാസ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലുള്ള റിപ്പോർട്ട്, ഡോക്യുമെന്റഡ് റിപ്പോർട്ട്. പ്രൊജക്റ്റിൽ ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, ഓരോരാളുടെ റോൾ എന്തൊക്കെയാണ്, ഇതിന്റെ മെയിൻ ഓതർ ആണ്, ഓണർഷിപ്പ് ആർക്കാണ്, എപ്പോഴാണ് അതിന്റെ ലാസ്റ്റ്, അതായത് ക്രിയേഷൻ ഡേറ്റ് എപ്പോഴാണ്, അതിന്റെ അപ്ഡേറ്റഡ് ഡേറ്റ് എപ്പോഴാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മോഡിഫിക്കേഷൻ ഹിസ്റ്ററി. ഓരോ ഡേറ്റിലും എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്, ഓക്കെ, അത് എന്തൊക്കെയാണ് ആ മോഡിഫിക്കേഷൻസ്, അതിൻ്റെ റീസൺ എന്താണ്, കംപ്ലീറ്റ് ഏതൊക്കെ വേർഷനാണ്, കംപ്ലീറ്റ് ഹിസ്റ്ററി. ദാറ്റ് ഈസ് ഡെറിവേഷൻ ഹിസ്റ്ററി. ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ യൂസിലേക്കാണ്, ഫ്യൂച്ചർ യൂസിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. പാർഷ്യലി കംപ്ലീറ്റ് ആയിട്ടുള്ള മാത്രമല്ല, സ്റ്റാർട്ടിങ് ടു എൻഡ് ഡെറിവേഷൻ ഹിസ്റ്ററി എന്നാണ് പറയുക. ലാസ്റ്റ് ഫൈനൽ റിപ്പോർട്ടിനെ പറയുന്ന പേരാണ് ഡെറിവേഷൻ ഹിസ്റ്ററി. അജൈൽ മെത്തേഡ്സിൽ ചില മെത്തേഡ്സിൽ മാത്രം കസ്റ്റമേഴ്സ് ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിട്ടുണ്ടാവും. ഡയറക്റ്റ്ലി ഇൻവോൾവ് ആകുന്ന അഡ്വാൻറ്റേജ്, കസ്റ്റമേഴ്സ് ഡയറക്റ്റ്ലി ഇൻവോൾവ് ആകുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അപ്പം തന്നെ ചേഞ്ചസ് അവരെ ഇൻഫോം ചെയ്യുകയും ചെയ്യാം. ആ ചേഞ്ചസ് അപ്പം തന്നെ എന്ത് ചെയ്യണം, മോഡിഫൈ ചെയ്യുകയും ചെയ്യാം. മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് അതാണ്. പിന്നെ റീഫാക്ടറിങ് മെത്തേഡ്സ് ഒക്കെ ഇല്ലേ, റീഫാക്ടറിങ് മെത്തേഡ്സ്, അതുപോലെ പെയർ പ്രോഗ്രാമിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ അജൈൽ മെത്തേഡ്സിൽ കസ്റ്റമേഴ്സ് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ലാസ്റ്റ് ആക്ടിവിറ്റി ആണ് റിലീസ് മാനേജ്മെന്റ്. A system is released is a version of software system that is distributed to the customer. For mass market software, it is usually possible to identify two types of release. Release ആണെന്ന് പറഞ്ഞാൽ റിലീസ് ചെയ്യാന്ന് പറയുന്നതാണല്ലോ മെയിൻ ആയിട്ടുള്ള ഒരു ടാസ്ക്. അതായത് കസ്റ്റമറിനെ റിലീസ് ചെയ്യണം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളി ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് റിലീസാണ്. ഒന്ന് മേജർ റിലീസ്. മേജർ റിലീസ് എന്ന് പറഞ്ഞാൽ എന്താ, വിച്ച് ഡെലിവർ significant new functionality. The system contains fully new functionality. അതാണ് മേജർ റിലീസ്. മൈനർ റിലീസോ, it can repair the bugs and fix the customer problem that has been reported. മൈനർ റിലീസ് ആകുമ്പോൾ എന്താണ് അവിടെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എന്താണ് ബഗ്സിനെ റിപ്പയർ ചെയ്യലോ അല്ലെങ്കിൽ കുറച്ച് കോമ്പണൻസ് റീപ്ലേസ് ചെയ്യലോ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ നടക്കുന്നുണ്ടാവും. ദാറ്റ് ഈസ് മൈനർ റിലീസ്. മേജർ റിലീസ് ആകുമ്പോൾ ഫുള്ളായിട്ട് എന്താ പറയുക, ഫുൾ സ്ട്രക്ചറിലായാലും അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ കാര്യത്തിലായാലും ഒക്കെ എന്താണ് ഫുൾ ന്യൂ സിസ്റ്റം. ഇവിടെ മൈനർ റിലീസ് ആണെങ്കിൽ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കോമ്പണൻസോ അല്ലെങ്കിൽ ചില എറേഴ്സിനൊക്കെ സോൾവ് ചെയ്യുന്നത് മാത്രമായിരിക്കും. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് റിലീസാണ് ഉള്ളത്. ഒന്ന് മേജർ റിലീസ്, നെക്സ്റ്റ് വൺ മൈനർ റിലീസ്. For custom software or software product, release of the system may have to be produced for each customer, and individual customer may be running several different releases of the system at the same time. Custom software എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സോഫ്റ്റ്വെയർ വേണ്ടുന്ന രീതിയിൽ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് അല്ലേ. ഓരോ കസ്റ്റമറിനും എന്താണോ വേണ്ടത് ആ രീതിയിൽ
സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതാണ് കസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ കസ്റ്റമർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് വേർഷൻസ് റൺ ചെയ്ത് നോക്കും. സെയിം ടൈമിൽ തന്നെ ഡിഫറെൻറ്റ് വേർഷൻസ് റൺ ചെയ്ത് നോക്കും. എന്നിട്ട് എല്ലാം പക്കാ പെർഫെക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം അല്ലേ. അപ്പോൾ കസ്റ്റമർ ആണ് കംപ്ലീറ്റ് കാര്യം, അതായത് എല്ലാ വേർഷൻസും അവർക്ക് യൂസ് ചെയ്ത് നോക്കാം. കസ്റ്റം സോഫ്റ്റ്വെയറിന് തന്നെ ഡിഫറെൻറ്റ് വേർഷൻസ് അവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, റിലീസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, യു ഹാവ് ടു ഇൻക്ലൂഡ് കോൺഫിഗറേഷൻ ഫയൽ. റിലീസ് പ്രൊഡക്റ്റ് ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, കോൺഫിഗറേഷൻ ഫയൽ. ഇറ്റ് ഡിഫൈൻസ് ഹൗ ദ റിലീസ് ഷുഡ് ബി കോൺഫിഗർ ഫോർ പെർട്ടിക്കുലർ ഇൻസ്റ്റലേഷൻ. ഓരോ മെഷീനും ഡിഫറെൻറ്റ് ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് മെഷീൻസിന് ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻസ് ആയിരിക്കും വേണ്ടി വരും. അപ്പോൾ എന്താണ്, കോൺഫിഗറേഷൻ ഫയൽ എന്തായാലും വേണം. അപ്പോൾ അതിൽ എന്ത് ഡിഫൈൻ ചെയ്യും? ഹൗ ദ റിലീസ് ഷുഡ് ബി കോൺഫിഗർഡ് ഫോർ പെർട്ടിക്കുലർ ഇൻസ്റ്റലേഷൻ, ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ഡാറ്റ ഫയൽസ്. ഡാറ്റ ഫയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഫയൽസ് ഓഫ് എറർ മെസ്സേജസ് ഒക്കെ ഉണ്ടാണ്. കാരണം എന്താ വെച്ചാൽ സക്സസ്ഫുൾ ആയിട്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ഡാറ്റ ഫയൽസ്. എവിടെയൊക്കെ എറർ ഉണ്ടാവാം, എവിടെയൊക്കെ ബഗ്സ് റിപ്പോർട്ട് ചെയ്യാം, അങ്ങനെയുള്ള ഫയൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ സക്സസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സിസ്റ്റം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തേർഡ് വൺ, ഇൻസ്റ്റലേഷൻ പ്രോഗ്രാം എന്താ? ദറ്റ് ഈസ് യൂസ് ടു ഹെൽപ്പ് ഇൻസ്റ്റാൾ ദ സിസ്റ്റം ഓൺ ടാർഗറ്റ് ഹാർഡ്വെയർ. നമ്മുടെ മാനുവൽ ഉണ്ടല്ലോ, എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ള മാനുവൽ, ആ മാനുവൽ എന്തായാലും സിസ്റ്റത്തിന്റെ കൂടെ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ, ഇലക്ട്രോണിക് ആൻഡ് പേപ്പർ ഡോക്യുമെന്റേഷൻ. ഇലക്ട്രോണിക്കും ആവാം പേപ്പർ ഡോക്യുമെന്റേഷനും ആവാം, രണ്ടും ആവാം. ഓക്കെ, ഡോക്യുമെന്റേഷൻ. ലാസ്റ്റ് വൺ, പാക്കേജിംഗ് ആൻഡ് അസോസിയേറ്റഡ് പബ്ലിസിറ്റി ദാറ്റ് ഹാവ് ബീൻ ഡിസൈൻ ഫോർ ദാറ്റ് റിലീസ്. പബ്ലിസിറ്റി, ഓരോ പ്രൊഡക്റ്റ് റിലീസ് ചെയ്യുന്നതിന് മുമ്പേയും ഒരു പബ്ലിസിറ്റി ഉണ്ടാവും അല്ലേ, ലൈക്ക് അഡ്വർടൈസ്മെന്റ്. പബ്ലിസിറ്റി കൊടുക്കുക. ആ പബ്ലിസിറ്റിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ റിലീസിന്റെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ബിഫോർ റിലീസിങ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാണ്. ഫസ്റ്റ് വൺ, കോൺഫിഗറേഷൻ ഫയൽസ്. സെക്കൻഡ് വൺ, ഡാറ്റ ഫയൽസ്. ഇൻസ്റ്റലേഷൻ പ്രോഗ്രാംസ്, ഇലക്ട്രോണിക് ആൻഡ് പേപ്പർ ഡോക്യുമെന്റേഷൻ ആൻഡ് പബ്ലിസിറ്റി ഡീറ്റെയിൽസ്. Some factors influencing system release. First one, competition. ലാർജ് സോഫ്റ്റ്വെയർ ഫീൽഡ് ഒക്കെ ആണെങ്കിൽ എന്താണ്, കോമ്പറ്റീഷൻ ഉണ്ടാവും അല്ലെ. ഓരോ ഓർഗനൈസേഷനും സെയിം പ്രൊഡക്റ്റ് തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും, റിലീസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ കോമ്പറ്റീഷൻ ഒരു വലിയ ഫാക്ടറാണ്. അപ്പോൾ എങ്ങനെയുള്ള നമ്മൾ എന്തെങ്കിലും യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ സിസ്റ്റം ഒരു ഫെയിലിയർ ആയി പോകും. അപ്പോൾ കോമ്പറ്റീഷൻ ഒരു മെയിൻ ഫാക്ടറാണ്. സെക്കൻഡ് വൺ, മാർക്കറ്റിംഗ് റിക്വയർമെന്റ്. Marketing department of an organization may have made commitment for release to be available for particular date. ഒരു ഡേറ്റ് പറഞ്ഞെങ്കിൽ ആ ഡേറ്റിന് തന്നെ റിലീസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. അതിലൊരു മാർക്കറ്റിംഗ് പേയ്മെന്റ് ആണ്, അവരുടെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടിയാണ് ഈ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ മെയിൻ ആയിട്ട് പബ്ലിസിറ്റി കൊടുക്കുക, ആ കറക്റ്റ് ഡേറ്റിന് തന്നെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള സിസ്റ്റം റിലീസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. തേർഡ് വൺ, പ്ലാറ്റ്ഫോം ചേഞ്ച്. You may have to create a new release of a software application when new version of the operating system platform is created. അതായത് പ്ലാറ്റ്ഫോം ചേഞ്ചസ് ചിലപ്പം ഡെവലപ്പ് ചെയ്ത പ്ലാറ്റ്ഫോമും ടാർഗറ്റഡ് പ്ലാറ്റ്ഫോമും ചിലപ്പം സെയിം ആയിരിക്കണം എന്നില്ല അല്ലേ, അവിടെ ഡിഫറൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ ഡിഫറൻസ് വന്നു കഴിഞ്ഞാലും എന്താ, നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യണം. അതായത് എല്ലാ പ്ലാറ്റ്ഫോമും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിസ്റ്റം ആയിരിക്കണം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ, ടെക്നിക്കൽ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സീരിയസ് ആയിട്ടുള്ള പിന്നെ പ്രോബ്ലം അറൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും, അല്ലെങ്കിൽ എത്ര സീരിയസ് പ്രോബ്ലം ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും എന്താ, നമ്മുടെ സിസ്റ്റത്തെ കാര്യമായ എഫക്റ്റ് ഇപ്പം ഈ ആളപായമൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയല്ലേ, ആ ക്വാളിറ്റി ഉള്ള സിസ്റ്റം ആയിരിക്കണം. ഇപ്പം എന്തെങ്കിലും സീരിയസ് പ്രോബ്ലം ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും അത് സോഫ്റ്റ്വെയർ ഇപ്പോൾ ഫെയിലിയർ ആയി പോവാം, അല്ലെങ്കിൽ പ്രൊജക്ട് കംപ്ലീറ്റ്ലി ഫെയിലിയർ ആയി പോവാം. പക്ഷെ എന്നാലും ഒരു ഹ്യൂമൻ ലൈഫിനെ ഒന്നും എഫക്ട് ചെയ്യാത്ത രീതിയിലുള്ള പ്രോബ്ലങ്ങൾ ആയിരിക്കണം. അത്രയും ക്വാളിറ്റിയുള്ള കോമ്പണൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. മൈനർ പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, എന്താ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, മേജർ പ്രോബ്ലംസ് ഒക്കർ ചെയ്താൽ തന്നെ അത് ഹ്യൂമൻ ലൈഫിനെ എഫക്ട് ചെയ്യാത്ത രീതിയിലുള്ള പ്രോബ്ലംസ് ആയിരിക്കണം. അതായത് അത്രയും ക്വാളിറ്റിയുള്ള കോമ്പണൻസ് കാര്യങ്ങളായിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. മൈനർ പ്രോബ്ലംസ് ആണെങ്കിൽ ബഗ് എവിടെയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് തന്നെ റിസോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് നമ്മുടെ റിലീസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. കോമ്പറ്റീഷൻ, മാർക്കറ്റിംഗ് റിക്വയർമെന്റ്, പ്ലാറ്റ്ഫോം ചേഞ്ചസ് ആൻഡ് ടെക്നിക്കൽ ക്വാളിറ്റി. നെക്സ്റ്റ് വൺ, റിലീസ് ക്രിയേഷൻ. റിലീസ് ചെയ്യുമ്പം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം? ഒന്ന്, എക്സിക്യൂട്ടബിൾ കോഡ്, കോൺഫിഗറേഷൻ ഡിസ്ക്രിപ്ഷൻ.
update instruction. First one, executable code, configuration description, update instruction. Then script for the installation program. Web pages have to be created. Okay. Then all the information available and executor master image of the software must be prepared and handed over distribution customer for sale. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എക്സിക്യൂഷൻ കോഡ്, അതുപോലെ കോൺഫിഗറേഷൻ ഫയൽ, ഇൻസ്റ്റലേഷൻ എങ്ങനെയാണെന്നുള്ളത്, പിന്നെ അഡ്വർടൈസ്മെന്റ് ഒക്കെ പോലെ വെബ് പേജസ് ഒക്കെ പോലുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ എല്ലാ കാര്യങ്ങളും ഹാൻഡ് ഓവർ ചെയ്തിട്ട്, അപ്പോൾ കസ്റ്റമർ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ, കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക. റിലീസ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ലാസ്റ്റ് വൺ, റിലീസ് ട്രാക്കിംഗ്. റിലീസ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ കസ്റ്റമറിന് നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പ്രോജക്റ്റ് സോഫ്റ്റ്വെയർ ഡെലിവറി ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കസ്റ്റമർക്ക് പ്രോബ്ലം എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് ചെയ്ത പ്രോബ്ലം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. ഓക്കെ, അതായത് ലൈഫ് ടൈം നമ്മൾ അതിന് സപ്പോർട്ട് കൊടുക്കണം. ആ സോഫ്റ്റ്വെയറിന്റെ സപ്പോർട്ട് നമ്മൾ കൊടുത്തിരിക്കണം. ഇപ്പൊ പർട്ടിക്കുലർ കസ്റ്റമർ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു, അല്ലെങ്കിൽ അവർക്കത് റീപ്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീണ്ടും റീറൺ ചെയ്ത് നോക്കണമോ, അങ്ങനെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ട്രാക്ക് ചെയ്യുക. എവിടെയാണ് അവരുടെ പ്രോബ്ലം എന്നത് ട്രാക്ക് ചെയ്യുക. അത് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും അത് റീപ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ സിംഗിൾ യൂസറാണ് പറയുന്നത്, ചിലപ്പോൾ മൾട്ടിപ്പിൾ യൂസേഴ്സ് പറ്റണം. അപ്പം എവിടെയൊക്കെയാണോ പ്രോബ്ലംസ് റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെയാണോ സോഫ്റ്റ്വെയർ കൊടുത്തത്, അപ്പോൾ പ്രോബ്ലംസ് തന്നെയാണെന്നൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഫോളോ അപ്പ് ആ റിലീസ് ചെയ്ത സോഫ്റ്റ്വെയറിന്റെ മേലെ ഉണ്ടാകുന്നത് കംപ്ലീറ്റ് സപ്പോർട്ട് കൊടുക്കുക. ഈ കസ്റ്റമർ സപ്പോർട്ട് എന്നൊക്കെ പറയില്ലേ, അതേപോലെ കംപ്ലീറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക. ലൈഫ് ലോങ് നിങ്ങൾ എന്ത് ചെയ്യണം, ആ പ്രൊഡക്റ്റിന്റെ മുകളിൽ, ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന കാലത്തോളം ആ പ്രൊഡക്റ്റിന്റെ മുകളിൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. റിലീസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുക്കണേ. റിലീസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം നേരത്തെ പറഞ്ഞാൽ ടൈം മെയിൻലി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പം ചില സമയത്തുണ്ടല്ലോ ടൈമിൽ ലാഗ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിന് അത് വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ടൈം ഒരു മെയിൻ ഫാക്ടറാണ്, അതുകൂടി അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. അതായത് ഫ്രീക്വൻറ്റ് ടൈമും ഉണ്ട്, ഇൻഫ്രീക്വൻറ്റ് ടൈമും ഉണ്ട്. ഫ്രീക്വൻറ്റ് ടൈം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ഡെലിവറി നടത്തുകയാണെങ്കിൽ ഓക്കെ, പ്രോബ്ലം ഇല്ല. ഇൻഫ്രീക്വൻറ്റ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിന് ലാഗ് വരിക, അതിനാണ് ഇൻഫ്രീക്വൻറ്റ് ടൈം എന്ന് പറയാം. നെക്സ്റ്റ് വൺ, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ഇറ്റ് സിംപ്ലി കോൾഡ് ആസ് സാസ്. സാസ് എന്ന് പറയുന്നത് ഇറ്റ് റെഡ്യൂസ് ദി പ്രോബ്ലം ഓഫ് റിലീസ് മാനേജ്മെന്റ്. അതായത് റിലീസ് മാനേജ്മെന്റും സിസ്റ്റം ഇൻസ്റ്റലേഷനൊക്കെ സിംപ്ലിഫൈ ചെയ്യുക. അതായത് എല്ലാം നമ്മൾ സോഫ്റ്റ്വെയർ തന്നെ, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്നല്ല പറയുന്നത്. അപ്പം നമ്മൾ സോഫ്റ്റ്വെയർ ഒരു സർവീസ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എല്ലാ കാര്യങ്ങളും, ഇപ്പം സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന മുതൽ റിലീസ് ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങളെല്ലാം സർവീസ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വലിയ പ്രോബ്ലം നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതായത് എല്ലാം ഒരു ബേർഡനായി കാണാതെ എല്ലാം സർവീസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു കംപ്ലീറ്റ് പ്രോബ്ലംസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള കാര്യങ്ങളെല്ലാം സർവീസ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് സാസ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, എവറിത്തിങ് ആസ് എ സർവീസ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ ഇനീഷ്യൽ സ്റ്റേജ് മുതൽ എൻഡിങ് സ്റ്റേജ് വരെ കംപ്ലീറ്റ് ആയിട്ട് സർവീസ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം.